നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരീഷ്. കഴിഞ്ഞ 2-3 ദിവസം കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട് നമ്മുടെ വാഴട്ടുണം കൗൺസിലർ സുഗതൻ്റെ അറസ്റ്റ്, പിന്നെ റിമാൻഡ്, കാപ്പ ചുമത്തൽ അല്ലേ, പിന്നെ അടുത്ത ഒടുവിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് ഏറ്റവും ഒടുവിൽ 20ാമതായി സുഗതന് അവസരമൊരുക്കി. പിന്നീട് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച അവധി അപേക്ഷ നാടകീയമായിട്ട് തിരുവനന്തപുരം നഗരസഭ വോട്ടിട്ട് പാസ്സാക്കി അല്ലേ. ശരിക്കും ഈ സുഗതനെ ഇങ്ങനെയിട്ട് പിടിപ്പിക്കേണ്ട ഒരു ആവശ്യം എന്തെങ്കിലും ഉണ്ടോ, അതോ ഈ സുഗതന് ഇത്തരത്തിൽ ഒരു അവധി അപേക്ഷ സമർപ്പിക്കേണ്ട ഒരു ആനുകൂല്യം നൽകേണ്ട എന്ന് വകുപ്പ് മന്ത്രി, തദ്ദേശ മന്ത്രി നോട്ട് എഴുതി എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറത്താണ് ചിത്ര എന്ന് പറയുന്ന ആ KAS ഉദ്യോഗസ്ഥയെ, അണ്ടർ സെക്രട്ടറിയെ, അവർക്കെതിരെ ഇപ്പോൾ വകുപ്പ് തല അന്വേഷണം നടക്കുകയാണ്. ശരിക്കും അതൊക്കെ വേറെ എന്തിലൊക്കെയോ ഉള്ളൊരു ഒരു വഴിതിരിഞ്ഞുള്ളൊരു പോക്കാണല്ലേ. നമ്മൾ അതായത് CPM-കാർ പോലും, ഇടത് കേന്ദ്രങ്ങൾ പോലും, LDF പോലും കരുതാത്ത ഒരു പൊളിറ്റിക്കൽ നീക്കം അല്ലേ. വലിയൊരു ഗൂഢാലോചന ഒക്കെ ഇതിന് പിന്നിൽ കാണണം. അല്ലെങ്കിൽ പിന്നെ വെറും ഒരു കൗൺസിലറിന് വേണ്ടി ഇങ്ങനെ കിടന്ന് ഞെരിവരി കൊള്ളാനും നെട്ടോട്ടം ഓടാനും ഈ കൗൺസിലർ പുറത്തു വിടില്ല. അതിന് സുഗതൻ ആദ്യമായിട്ടാണ് കൗൺസിലർ ആകുന്നത്. ഇത് VV ഗിരിയോ അല്ലെങ്കിൽ VV രാജേഷ്, മേയർ VV രാജേഷോ ഇവരൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു അല്ലേ. SKPയോ വല്ലതും ആണെങ്കിൽ ഇവർക്ക് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇവരൊക്കെ ഇതിനു മുമ്പും കൗൺസിലർമാരായിട്ടുണ്ട്. കോർപ്പറേഷൻ രാഷ്ട്രീയത്തിൽ ഇവർക്ക് നല്ല പരിചയമുണ്ട്. അതിൻ്റെ കളികളൊക്കെ അറിയാം. ഇടത് ഉദ്യോഗസ്ഥ കഴിഞ്ഞ പ്രധാന പ്രതിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ ഭരണം പിടിച്ചെടുത്തു. പക്ഷേ ഇതൊരു പുതുമുഖമായ സുഗതൻ്റെ നേരെയാണ് മൊത്തം കൂരമ്പുകളും അല്ലേ, ഒളിയമ്പുകൾ, കൂരമ്പുകൾ. പക്ഷെ ഇതെല്ലാം സുഗതനും VV രാജേഷും പാർട്ടിയും ചേർന്ന് തടുക്കുന്നുമുണ്ട്. ഈ ഗൂഢാലോചന അത് എങ്ങനെയാണത് ഈ ഒരു അണ്ടർ സെക്രട്ടറി ഇപ്പോൾ വകുപ്പ് തല കുറ്റക്കാരിയാക്കി അവരെ മാറ്റി അവർക്കെതിരെ നടപടിയെടുത്ത് ഈ ജാള്യത മറയ്ക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് കൈയാളുന്ന തദ്ദേശ വകുപ്പ്. ഇവരൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നത് ഭരണഘടന നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഈ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 20 ഉണ്ട്, നോ എക്സ്പോസ് ഫാക്ടോ ലോ എന്നാണ് പറയുന്നത്. നിലനിൽക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കൊരാളെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിലനിൽക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ നമുക്ക് ആനുകൂല്യങ്ങളും ലഭിക്കണം. നിലനിൽക്കുന്ന നിയമം പൗരന്മാർക്കെല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഇവർ തന്നെ പാസ്സാക്കി 1994 മുനിസിപ്പൽ ആക്ടിലെ 91K പ്രകാരം ഒരാൾക്ക്, അതായത് ഒരു കൗൺസിലറിന് 6 മാസം വരെ ലീവ് അനുവദിക്കുവാനുള്ള, അവധി അനുവദിക്കുവാനുള്ള ഒരു അവകാശം കൗൺസിലിനുണ്ട്. കൗൺസിലിന് അത്ര ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 51 പേരുടെ പിന്തുണയോടുകൂടിയാണ് ആ ഒരു അവധി അപേക്ഷ പാസ്സാക്കിയത്. അപ്പോൾ അങ്ങനെ ഒന്ന് നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ട് എന്ന് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ചിത്ര എന്ന അണ്ടർ സെക്രട്ടറി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവർ നിയമം പാസ്സാക്കിയിട്ടില്ല, ചട്ടം പാസ്സാക്കിയിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇങ്ങനൊരു സാധ്യത നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്, ആ അവകാശം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് എന്ത് തെറ്റിൻ്റെ പേരിലാണ്? അപ്പോൾ ഇതൊന്നുമല്ല അതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. വളരെ ശക്തമായ രീതിയിലൊരു ഗൂഢാലോചനയായിട്ട് തന്നെ ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം KS ശബരിനാഥിനെ എങ്ങനെയെങ്കിലും ഒരു സാധാരണ കൗൺസിലർ, അവർക്ക് കൗൺസിലർ എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ വിലയൊന്നും ഉണ്ടാകില്ല. ധാരാളം കൊല്ലക്കാലം കേരളം ഭരിച്ച ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് കൗൺസിലർ വളരെ നിസ്സാരമായിരിക്കും. പക്ഷേ ജനാധിപത്യപരമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിലയൊന്നും ചിലപ്പോൾ കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണ കൗൺസിലർ എന്ന നിലയിൽ നിന്ന് ഈ ശബരിനാഥിനെ മേയറാക്കണമെന്ന് അത്യധികമായ ഒരു ആഗ്രഹം ഈ UDF-ന് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാവാം ഇത്തരത്തിലൊരു മന്ത്രിതലത്തിൽ തന്നെ ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഇടപെടുന്നു. അതും ഇതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നു. അവർ സ്വയം ഇളിപ്പിലാകുന്ന മറ്റൊരു വിഷയമാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല ഈ വിഷയം. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു അഡ്വൈസ് പോകുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഉപദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് ഈ അപേക്ഷ പോകുന്നതിനെ പറ്റിയിട്ട് ആഭ്യന്തര വകുപ്പ് അറിഞ്ഞില്ല എന്നാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സരിതയെ പ്രതീക്ഷിക്കണം. നാളെ ഇങ്ങനൊരു സംഭവം നടക്കാനുള്ളൊരു സാധ്യത കൂടി തുറന്നു വയ്ക്കുക. തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി അറിയാതെ ഇനി പലതും നടക്കാം. ഈ ഒരു നിസ്സാരം കൗൺസിലറിന്റെ കാര്യം അറിഞ്ഞില്ല എന്ന് അറിയണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല അല്ലേ, നമുക്ക് നിർബന്ധമില്ല. പക്ഷെ അറിഞ്ഞില്ല എന്ന് ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഓഫീസും പറയുമ്പോൾ അതിൽ
ഇതൊരു നിസ്സാരമായ കൗൺസിലിന്റെ കാര്യമാണ്. ഇതിൽ കൂടുതൽ വലുതൊക്കെ, ഇതിൽ വലിയ കാര്യങ്ങൾ അദ്ദേഹം അറിയാതിരുന്നത് എന്ത് സംഭവിക്കും? അതെ, തീർച്ചയായും അവർ പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അവർ ഗൂഢാലോചന നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പം ഇങ്ങനെ ആണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന്. ഇനി KM ഷാജിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഇതേപോലെ കൈകഴുകുകയാണ്. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു ഗൂഢാലോചന ആഭ്യന്തര വകുപ്പിൽ രമേശ് ചെന്നിത്തലയും ഇവർ തമ്മിൽ നടത്തുന്ന ഒരു ഹൈ ലെവൽ, വളരെ ഉന്നത തലങ്ങളിൽ തന്നെ ഈ ചർച്ച നടത്തുകയും ശബരിനാഥനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം, വലിയ രീതിയിലുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. സത്യത്തിൽ ഈ ഭരണഘടന നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്. അതായത് അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ എല്ലാ പൗരനും ഉപയോഗിക്കണ്ടേ? ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ദ ലോ എന്ന് ഭരണഘടന പറയുമ്പോൾ അത് ഉപയോഗിക്കുവാനുള്ള അവകാശം സുഗതനുമില്ലേ? അപ്പം ഇങ്ങനെ നിലനിൽക്കെ തന്നെ ഈ കാര്യത്തിനെയൊക്കെ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു അട്ടിമറി നടത്താനും ഒരു സ്വജനപക്ഷപാതത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഭരണഘടനയെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്നു, രാജ്യത്തെ നിയമങ്ങളെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്നു. അതും ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും എന്ന രീതിയിലാണ് ഇത് കണക്കാക്കുന്നത്. അതിനപ്പുറം ഇതിന് മാനങ്ങളുണ്ടാകാം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർ ഇടപെട്ടത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തദ്ദേശ മന്ത്രി ഒരു നോട്ട് എഴുതി, ഒരു അൺഒഫീഷ്യൽ നോട്ടാണ്. അതെ, ആനുകൂല്യങ്ങളൊന്നും കൊടുക്കരുത്. പക്ഷേ നിയമം കൃത്യമായി പാലിക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ആ ഉദ്യോഗസ്ഥ അവർ അത് നിയമോപദേശത്തിന് വിട്ടപ്പോൾ അവർക്ക് ലഭിച്ച, ഹരി ഇപ്പൊ പറഞ്ഞതുപോലത്തെ നിയമോപദേശമാണ് ലഭിച്ചത്. അത് അവർ ഫയലിൽ എഴുതി. അതിലെവിടെയാണ് ഒരു തെറ്റ് വരിക? ഒരു തെറ്റുമില്ല. നാളെ ഇവരുടെ മുന്നിൽ വരുന്ന ഏതൊരു പൗരനെയും ഇതല്ലേ ഇവർ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് ഒരു രീതിയിലും വ്യക്തിപരമായിട്ടുള്ള സ്വജനപക്ഷപാതപരമായോ പെരുമാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ സത്യപ്രതിജ്ഞയുടെ ശക്തമായിട്ടുള്ള ലംഘനമാണിത്. അതായത് സ്വന്തം പാർട്ടിക്കാരന് വേണ്ടിയിട്ട് നിയമത്തെ വളച്ചൊടിക്കുക എന്ന വളരെയധികം വലിയ ഒരു കുറ്റകൃത്യമാണ് ഈ രണ്ടു മന്ത്രിമാരും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ഇദ്ദേഹത്തിന് നൽകരുത് എന്ന് പറയുമ്പോൾ ഒരു നിയമത്തിൻ്റെ ആനുകൂല്യം അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നതിനപ്പുറം ഒരു പൗരന് നൽകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാളെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ആരെങ്കിലും ഇവരുടെ അടുത്തേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ഇവരുടെ പാർട്ടി നേതൃത്വത്തിൽപ്പെടുന്ന ആർക്കെങ്കിലും എതിരായി അത് മാറും എന്ന ഒരു ഭയമുണ്ട് എങ്കിൽ നാളെ ആ പൗരനെതിരെ എന്തും ചെയ്യില്ലേ? ഇത് സത്യത്തിലൊരു ഇന്ദിരാഗാന്ധി മൈൻഡ് സെറ്റാണ്. തങ്ങൾക്ക് വേണ്ടി എന്തും വളച്ചൊടിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ നടപ്പിലാക്കുവാൻ പോകുന്ന, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ 6 മാസമല്ല 1 വർഷത്തേക്ക് വേണമെങ്കിലും ജയിലിലിടാം, തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഇവർ കാണിക്കുന്നത്? ഈ നിയമവും കോടതിയൊക്കെ അല്ലേ തീരുമാനിക്കേണ്ടത് അല്ലേ? അതെ, ഹൈക്കോടതി പറഞ്ഞത് ജയിൽ സൂപ്രണ്ട് വഴി സുഗതന് അപേക്ഷ കൊടുക്കാം. അതെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അത് തീരുമാനിക്കേണ്ട ജനപ്രതിനിധികളല്ലേ, നഗരസഭ കൗൺസിലല്ലേ തീരുമാനിക്കേണ്ടത്. ആ കൗൺസിലല്ലേ കഴിവ് തെളിയിക്കേണ്ടത്. അവിടെ UDF മൂന്നാമതാണല്ലോ അല്ലേ, രണ്ടാമത് LDF, ഭരണകക്ഷി NDA, BJP. NDA എന്ന് പറഞ്ഞാൽ BJP ആണ്. അപ്പോൾ ആ സഭാ ഹാളിൽ വന്ന് കഴിവ് തെളിയിക്കുകയല്ലേ വേണ്ടത് അല്ലേ? അവിടെ അവർക്ക് പരാജയപ്പെടുത്താമായിരുന്നല്ലോ. പരാജയപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഈ അണ്ടർ സെക്രട്ടറിയെ ബലിയടക്കേണ്ട കാര്യമില്ല. ശരിക്കും ഒന്നുകൂടെ ആവർത്തിക്കാം, ആ ഭരണഘടന സുഗതനെന്നല്ല, സുഗതനായാലും SP ദീപകിനായാലും BV രാജേഷിനായാലും ഇനി രമേശ് ചെന്നിത്തലയ്ക്കായാലും അല്ലെങ്കിൽ ഒരു സാധാരണ പൗരനായാലും ആ ഭരണഘടനയിൽ ആ ക്ലോസ് എന്താണ് ഒരു ഉറപ്പ് കൊടുക്കുന്നത്? അല്ല, ഇത് ഭരണഘടന അസ്ഥിരമാക്കിയാണ് യഥാർത്ഥത്തിൽ. ആ ക്ലോസ് എന്താണ്? ഒന്നുകൂടെ ആവർത്തിക്കുക. അതെ, ആർട്ടിക്കിൾ 20 പ്രകാരം നോ എക്സ്പോസ് ഫാക്ടോ ലോ എന്നാണ്. അതായത് ഒരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ നിയമത്തിനനുസരിച്ച് മാത്രമേ, പൗരന് പലതരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. അയാൾക്ക് തന്നെ ഒരു സെൽഫായിട്ട് തനിക്കെതിരെ തന്നെ സാക്ഷി പറയാൻ പാടില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണം. ഇങ്ങനെ പല രീതിയിലുള്ള അവകാശാധികാരങ്ങളുണ്ട്. ഈ അവകാശാധികാരങ്ങൾ ഒരു ഭരണകൂടം നമുക്ക് തരുന്നില്ല എങ്കിൽ നമുക്ക് നേരെ ഹൈക്കോടതിയിൽ ആർട്ടിക്കിൾ 226 വഴി പോകാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിൽ നമുക്ക് കേസുമായി ബന്ധപ്പെട്ട് പോകാവുന്നതാണ്. അതിനുള്ള അവകാശം പൗരനുണ്ട്. അപ്പോൾ ഈ കോടതി പോലുള്ള അവകാശമൊന്നും മാറ്റി വെച്ചിട്ടില്ല. പക്ഷേ അവർ ഇത്തരത്തിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട, നിയമപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് മേൽ വാളോങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി ശബരിനാഥ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും ഈ നിയമപരമായി ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത സർക്കാരിന് നേരെയുള്ള ഒരു വെല്ലുവിളിയും കൂടിയാണ് അദ്ദേഹം
ഉയർത്തുന്നത്. അതായത് ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ, ഡൽഹിയിൽ പോലും നടന്നിട്ടില്ല, മന്ത്രി തന്നെ രാജിവെക്കേണ്ടി വന്നില്ലേ, ഇത്രയും വലിയ പ്രക്ഷോഭം നടത്തി, അതുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭം നടത്തി എന്തും നേടിയെടുക്കും എന്ന ഒരു ധാർഷ്ട്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് ഞങ്ങൾ എങ്ങനെയും പ്രക്ഷോഭം നടത്തി ഏത് അക്രമാസക്തമായ നിലയിൽ കൂടി പോയാലും തങ്ങളുടെ ആവശ്യം നേടിയെടുക്കും എന്ന രീതിയിലുള്ള അരാജകത്വത്തിൻ്റെ വാൾമുന കൂടിയാണ് ഉയർത്തി വയ്ക്കുന്നത്. ഇവർക്ക് എന്ത് തരം ജനാധിപത്യ മൂല്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ശബരിനാഥിൻ്റെ ഒരു അസ്ഥിരത, ശബരിനാഥിൻ്റെ ഒരു ശരിക്കുള്ള ഒരു സ്ഥിരം കസേര ഇല്ലായ്മ, MLA അല്ല, അതെ, MP സ്ഥാനം കിട്ടിയ, മത്സരിക്കാൻ പറ്റിയില്ല, അതെ, ഇത്തവണ നിയമത്ത് മത്സരിച്ചേക്കാം എന്ന് കരുതി, അതും കിട്ടിയില്ല. നിയമത്ത് മത്സരിച്ചു ശബരിനാഥ്, പക്ഷെ നിയമത്ത് ജയിക്കുമെന്ന് കരുതി, അത് നടന്നില്ല. അപ്പോൾ MLA ആയില്ല, ഒന്നും ആയില്ല, ഒരു നഗരസഭ കൗൺസിലറായി അല്ലേ, കവടിയാർ തിരുവനന്തപുരം നഗരത്തിലെ ഒരു കൗൺസിലർ. അപ്പോൾ ഈ ശബരിനാഥൻ എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൽ മറ്റ് UDFൻ്റെ കൗൺസിലർമാരെയൊക്കെ കൂടെ കൂട്ടി, ഇപ്പോൾ കൗൺസിലർമാർ മാത്രമല്ലേ ഉള്ളൂ, അവരെ കൂടെ കൂട്ടി ഉള്ളൊരു പ്രക്ഷോഭമല്ലേ ഈ അദ്ദേഹം കാണിച്ചു കൂട്ടുന്നതൊക്കെ. അല്ല, ഒരു ഫ്രസ്ട്രേഷനാണ്. ഇപ്പോൾ ഭാര്യ സിവിൽ സർവൻ്റാണ്, തൻ്റെ കൂടെ ഒപ്പമുള്ള ആൾക്കാരെല്ലാം MLAയും അല്ലെങ്കിൽ തനിയേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും MLAയും മന്ത്രിയും ഒക്കെ ആയിട്ടിരിക്കുന്നു. തനിഞ്ഞനെ KPCC ഒരു സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളാണ്. തനിക്ക് പ്രത്യേകിച്ച് ഒരു വലിയ ചുമതലകളൊന്നും തന്നെ പാർട്ടി നൽകിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയും പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ വെട്ടിലാക്കിക്കൊണ്ടോ ആകാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശുഷ്കാന്തിയാണ്, അതല്ലെങ്കിൽ ഭ്രാന്തമായ മനോഭാവം എന്നതിനപ്പുറം ഇതിന് നമുക്ക് മറ്റൊന്നും കാണാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഇങ്ങനൊരു നിയമമുണ്ടോ എന്നതിനെ പറ്റി. ഭരണഘടന വെച്ചിട്ടാണ്. അതെ 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 ഞാൻ ചലഞ്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഒന്ന് ഇവിടെ നിലനിൽക്കുന്നില്ല, അങ്ങനെ ഒരു നിയമമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചലഞ്ച് ചെയ്യുകയാണ്. അപ്പം അവിടെ ഇദ്ദേഹത്തിന് ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ഒരു കൗൺസിലർ എന്ന നിലയിൽ അതിനകത്തുള്ള നിയമത്തെക്കുറിച്ചോ അതിനകത്തുള്ള ഈ സംവിധാനങ്ങളെക്കുറിച്ചോ ഇദ്ദേഹത്തിന് വ്യക്തമായ ധാരണയില്ല. അങ്ങനെ ധാരണയില്ലാത്ത വ്യക്തിയാണ് നാളെ ഒരു പൗരന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ജനപ്രതിനിധി എന്ന നിലയിൽ നിൽക്കുന്നത്. ഇദ്ദേഹം ഏത് രീതിയിലായിരിക്കും അവരെ സഹായിക്കുക? അഡ്വക്കേറ്റാണ്. പിന്നെ ഒരു ന്യായമായ യുക്തിസഹജമായ ചോദ്യം ചോദിക്കാം, കൗൺസിലർമാർ നിയമം പഠിക്കുന്നതിന്റെ കാര്യം എന്താണ് അല്ലേ? ഉദ്യോഗസ്ഥരുണ്ട്, നോക്കിക്കോളും. അവരോട് ചോദിച്ചാൽ പോരെ, അവർ റെഫർ ചെയ്ത് നോക്കിക്കോളും അല്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിച്ച് കൈ ഒഴിയാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നല്ലാതെ അദ്ദേഹം മാന്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ശരി, പഠിച്ചിട്ട് വരും. ഇതെന്തിനാ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്? സത്യത്തിൽ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ജനപ്രതിനിധി സഭയിലേക്ക് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറിനെയാണ്. കൊഞ്ഞനം കുത്തുന്നത് ജനങ്ങൾക്ക് നേരെ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ സുഗതൻ ഇപ്പോൾ 6 മാസത്തേക്ക് സുഗതൻ അവധി അപേക്ഷ നഗരസഭ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓണം കഴിയും, ഡിസംബർ ആകും. അപ്പോൾ സുഗതന് ഇനിയിപ്പം കാപ്പ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയി വേണം ഈ കാപ്പ അഡ്വൈസറി ബോർഡിൻ്റെ അവരുടെ തീരുമാനത്തെ, കാപ്പ ചുമത്തിക്കൊണ്ട തീരുമാനത്തെ അത് പുനഃപരിശോധിപ്പിക്കാം. അപ്പം സുഗതന് എങ്ങനെ ഇറങ്ങി വരാനായിട്ട്, പെട്ടെന്ന് ഇറങ്ങി ഈ കാപ്പ കുരുക്കിൽ നിന്നും ഇറങ്ങി വരാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ? തീർച്ചയായും അദ്ദേഹം ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല എന്നാണ് അവിടുത്തെ ഐ വിറ്റ്നസ് പറയുന്നത്. അതായത് നമ്മുടെ നിയമ സംവിധാനം പ്രാഥമികമായിട്ട് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് കാണുന്നത് ജനങ്ങളുടെ ദൃക്സാക്ഷി വിവരണത്തെയാണ്. അപ്പോൾ ആ ദൃക്സാക്ഷികൾ പറയുന്നത് സുഗതൻ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്ന്, മറ്റതെല്ലാം കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ആണെന്ന്. അത് മാത്രമല്ല, ഈ CAക്ക് അവിടെയുള്ള BJPക്കാരോട് വ്യക്തിപരമായിട്ടുള്ള വിരോധവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ ഔദ്യോഗിക ചുമതലകൾ ഉപയോഗിച്ച് നേരത്തെയും പല വിഷയങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത ഒരു പാസ്റ്റ് ഹിസ്റ്ററിയും കൂടെ ഇദ്ദേഹത്തിനുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇദ്ദേഹത്തിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും സുഗതന് പിന്തുണ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേസിൻ്റെ സാങ്കത്യത്തെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുകയും അതിൽ വിജയിക്കുവാനും കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുഗതന് അവിടേക്ക് തിരിച്ചു വരാൻ പറ്റും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ജാമ്യത്തിനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടല്ലോ. കാരണം ഈ ടെക്നിക്കൽ എറർ തന്നെ ഇതിനിടയിൽ തന്നെ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് പല രീതിയിലും. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഈ 6 മാസത്തിനകം തന്നെ ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും. നമസ്കാരം.